അടിപൊളിയാണ്. എന്താണ് എന്തോ ഒരു ഹാങ് ഓവറിലിരിക്കുന്ന ചാക്കോച്ചൻ്റെ ഒരു വേറെ പടമായിട്ട് ഒന്നും കമ്പയർ ചെയ്യില്ല. വൺ ഓഫ് ദ ബെസ്റ്റ് മൂവി എന്ന് പറയാൻ പറ്റുന്ന ഒരു ത്രില്ലർ റിലേറ്റഡ് മൂവിയാണ്. ഫാമിലി ആയിട്ട് തിയേറ്ററിൽ ഒന്ന് കാണാൻ പറ്റിയ മൂവിയാണ്. എന്താ പറയുക, ഷോക്കിംഗ് മൂവിയാണ്. ഒരു സൈക്കോളജിക്കൽ ത്രില്ലർ എന്നൊക്കെ പറയാൻ പറ്റുന്ന കാറ്റഗറിയിൽ ഒരു പോലീസ് ഓഫീസറുടെ ലൈഫാണ് പറയുന്നത്. സോ മസ്റ്റ് വാച്ച് തിയേറ്റർ സ്പേസ് ഒന്നും പറയാം. ശരിക്കും പറഞ്ഞാൽ പടം ഞെട്ടിച്ചു. നമ്മൾ ട്രെയിലർ നമ്മൾ മുമ്പ് ഇറങ്ങുമ്പോഴൊക്കെ നമ്മൾ ഈ കുഞ്ചാക്കോ ബോബൻ്റെ പെർഫോമൻസ് എങ്ങനെയായിരിക്കുന്നു, പക്ഷേ ശക്തമായ ഒരു തിരക്കഥ, അതാണ് ഈ സിനിമയുടെ പ്രത്യേകത. അതുപോലെ തന്നെ കുഞ്ചാക്കോൻ്റെ ഒപ്പം തന്നെ കുഞ്ചാക്കോൻ്റെ അഭിനയം ഭയങ്കരമായിട്ട് മാറി. ഈ സിനിമയിൽ തന്നെ ഒരു സീനിൽ പറയുന്നുണ്ട്, പണ്ടത്തെ ചോക്ലേറ്റ് ഹീറോ ആയിരുന്നല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരു റെഫറൻസിൽ തുടങ്ങിയിട്ട് കംപ്ലീറ്റ് ആയിട്ട് ആ കഥാപാത്രത്തിൻ്റെ മാനേഴ്സ് ഒക്കെ അതിഗംഭീരമായ പെർഫോമൻസാണ്. പിന്നെ അതുപോലെ തന്നെ എടുത്തു പറയേണ്ടതാണ് വിശാഖ് നായർ. ഈ മച്ചാൻ എന്തും കൂടി സ്ക്രീൻ പ്രസൻസ് ഒരു രക്ഷയില്ല. ആ ശബ്ദം ഹീറോക്കൊപ്പം നിൽക്കുന്ന വില്ലൻ വേഷം അതിഗംഭീരമായ പെർഫോമൻസ്. പിന്നെ ഈ സിനിമയിൽ തന്നെ പറയുന്നുണ്ട്, ഇതിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പരിപാടികളുള്ളത് എല്ലാവരും ഗ്രേ ആണ്. അതുപോലെ തന്നെ ട്വിസ്റ്റുകളൊക്കെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട് സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ. പിന്നെ ജെയ്ക്സ് വിജയുടെ BGM അറിയാലോ, നമുക്ക് ആ തിയേറ്റർ എക്സ്പീരിയൻസ് സൈക്കോ സെറ്റപ്പിലേക്കാൾ ശരിക്കും ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അതിന് DOP ആണെങ്കിലും എഡിറ്റിംഗ് ആണെങ്കിലും എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്തു. ചാക്കോച്ചനൊക്കെ ശരിക്കും നല്ല നമ്മളൊരു അഞ്ചാം മാതിരി മൂവി കാണുന്ന പോലത്തെ ഒരു ഫീൽ, അതൊരു ഹോണ്ടിങ് സാധനം പോലെ ഇതിനകത്തൊരു ഉണ്ട്. പിന്നെ വൈശാഖ് എടുത്തു പറയേണ്ട നന്നായിട്ട് ചെയ്തു. പുള്ളി നല്ലപോലെ പെർഫോം ചെയ്തിട്ടുണ്ട്. നല്ല വില്ലൻ സാധനമാണ്. നമുക്ക് ഇതിനകത്ത് സസ്പെൻസ് പോലത്തെ സാധനങ്ങളൊന്നും അധികം തോന്നുന്നില്ലെങ്കിലും സാധനം നല്ലപോലെ വർക്കൗട്ട് ചെയ്തു. നല്ല രസമുണ്ട്. അടിപൊളിയായിട്ട് ഞാനിപ്പോഴാണ് കാണുന്ന പടം. ഭയങ്കര ഹാപ്പിയാണ്. ഈ പടത്തിൽ ഭാഗമാകാൻ പറ്റിയ ഹാപ്പിയാണ്. പടം ഭയങ്കര ഇഷ്ടപ്പെട്ടു. നിങ്ങളെല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് കാണണം. അപ്പം അന്ന് നടന്നതിനെക്കാട്ടും കുറച്ചൊരു എൻഗേജിങ് ആയിട്ട് തോന്നി തിയേറ്ററിൽ വന്നു കഴിഞ്ഞപ്പോൾ. നമ്മളത് കണ്ടതിൽ ഭയങ്കര ത്രില്ലിംഗ് എലമെന്റ്സ് ഭയങ്കര കൂടുതലാണ്. കുറച്ചുകൂടി ഭയങ്കര കൊമേഴ്ഷ്യലി ഭയങ്കരമായിട്ട് ഇത് മുന്നിട്ട് നിൽക്കുന്ന പടം. അപ്പം അന്ന് എക്സ്പെക്ട് ചെയ്തതിനെക്കാട്ടും അതിനും കൂടുതലായിട്ട് പെർഫോമൻസിൽ സത്യം പറഞ്ഞാൽ നമ്മൾ ഇത്രയും പ്രതീക്ഷയില്ല. ഇത്രയും വൈഡായി ഇങ്ങനൊരു പവർ പാക്ക് പെർഫോമൻസ് എനിക്കറിയില്ലായിരുന്നു ഞാൻ ഈ ക്യാരക്ടർ ചെയ്യുവാണെങ്കിൽ. പക്ഷെ ഇത് കൊള്ളാം. പടം ഈ ഇടലം പടം പറയും എല്ലാവരും അറിയാൻ പാടില്ല. കിട്ടുന്ന അവിടെ ഞാൻ ചെയ്യുന്നത് അത്രേ ഉള്ളൂ. സന്തോഷം. അതെ, ഉറപ്പായിട്ടും ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല അങ്ങനെ വരുന്നത്. അത് നല്ല കാര്യം. സന്തോഷമല്ലേ നമ്മൾ പടത്തിൽ ഭാഗമാവുന്നത്. ഈ വർഷം ഇപ്പോൾ 3ാമത്തെ പടമാണ്. ഇങ്ങനെയൊക്കെ പടങ്ങളൊക്കെ വരട്ടെ. അപ്പോൾ എല്ലാവരും പടം കാണും ഗൈസ്. ഓക്കെ, ഒരു രക്ഷയില്ല. ഇതുവരെ കാണാത്തൊരു ചാക്കോച്ചനെ നമുക്ക് കാണാം. ഒരു രക്ഷയില്ല. വേറെ ലെവൽ എന്ന് പറഞ്ഞാൽ ഇതുവരെ കാണാത്ത ചാക്കോച്ചനെ കാണണമെങ്കിൽ ഈ പടം കണ്ടാൽ മതി. ഇത്രയും കിട്ടലായിട്ട് ഇത്രയും പെർഫോമൻസ് ഞാൻ ഇതുവരെ കണ്ടില്ല. ഫൈറ്റ് ആയാലും അഭിനയായാലും എല്ലാം കൊണ്ടും വേറെ ലെവൽ ചാക്കോച്ചൻ അത്രയും നല്ല ഇല്ല. പിന്നെ ഇതിലെ സ്റ്റോറി എടുത്തു വരേണ്ട സ്റ്റോറിയാണ്. ഈ പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ തുടക്കം മുതൽ അവസാനം വരെ നമ്മളെ ആകാംക്ഷയുടെ മുൻമുനയിൽ നിർത്തുന്ന ഒരു പടമുണ്ട്. ചാക്കോച്ചൻ്റെ പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ കാണാത്തൊരു ചാക്കോച്ചനെ വളരെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. കാരണം സെൻറ്റിമെൻറ്റ്സ് ചെയ്യുന്നത് വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കാസ്റ്റിങ്, ഡയറക്ഷൻ എല്ലാം സൂപ്പറാണ്. നമ്മൾ സമൂഹത്തിന് മയക്കുമരുന്ന് എത്രത്തോളം വിപത്ത് ഉണ്ടാക്കും എന്നുള്ളൊരു ചരിത്രം ഇതിലൂടെ പ്രയാസമായിട്ടുണ്ട്. ആ വില്ലന്മാരെയൊക്കെ എനിക്ക് കണ്ടു കഴിഞ്ഞാൽ വെടിവെച്ച് കൊല്ലാൻ തോന്നും. അങ്ങനെയുള്ള ആൾക്കാർ സമൂഹത്തിലേക്ക് ഇറക്കി ഷൂട്ട് അറ്റ് സൈറ്റ്